സരസ്വതി എഫ് എം കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി എഫ് എമ്മിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2026 ജനുവരി 11, കൊല്ലവർഷം 1201, ജാനു 27, ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. അരുമാനൂർ MV ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മെഡിക്കൽ എക്സിബിഷനുമായി സരസ്വതി. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന് ആദ്യമായി വനിതാ സെക്രട്ടറി. പ്രകൃതിയെ ഒപ്പം ചേർത്ത് പരിസ്ഥിതിക്കായി വാദിച്ച മാധവ് ഗാഡ്ഗിൽ വിടവാങ്ങി. SIR സംബന്ധിച്ച് പുതിയ നിർദ്ദേശവുമായി CEO. കന്യാകുമാരി റെയിൽപാത ഇരട്ടിപ്പിക്കൽ, രണ്ടാം തുരങ്കപാത നിർമ്മാണം തുടങ്ങി. അരുമാനൂർ MV ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മെഡിക്കൽ എക്സിബിഷനുമായി സരസ്വതി. വൈകുന്നേരം പൊതുവേദിയിൽ നടന്ന പ്രതിഭാ സംഗമവും പുരസ്കാര വിതരണത്തിന്റെ ഉദ്ഘാടനവും ഡോക്ടർ SK അജയകുമാർ നിർവഹിച്ചു. വിദ്യാഭ്യാസ, കലാ, കായിക, സാമൂഹ്യ രംഗങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. ഹെൽത്ത് കോർണർ, തണലിടം, പ്രമേഹ നിയന്ത്രിത ഗ്രാമം, അരുമാനൂർ വാർഡ് എന്നീ 3 പദ്ധതികളുടെ ഔദ്യോഗിക പ്രഖ്യാപനവും ചടങ്ങിൽ വെച്ച് നടന്നു. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന് ആദ്യമായി വനിതാ സെക്രട്ടറി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ജില്ലയുടെ സാരഥ്യം ഏറ്റെടുക്കാൻ വനിതാ സെക്രട്ടറി. പൊന്നാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ M. റുബീനയാണ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയത്. 46 വർഷത്തെ പാരമ്പര്യമുള്ള സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാനത്ത് ഒരു ജില്ലയ്ക്ക് സെക്രട്ടറിയായി വനിത വരുന്നത്. പ്രകൃതിയെ ഒപ്പം ചേർത്ത് പരിസ്ഥിതിക്കായി വാദിച്ച മാധവ് ഗാഡ്ഗിൽ വിടവാങ്ങി. പ്രകൃതിക്ക് നോവായി കാവലാൾ മടങ്ങി. പ്രകൃതിയെ കാക്കാൻ കൈയും മെയ്യും മനസ്സും അർപ്പിച്ച പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ദഗ്നയ ഗാഡ്ഗിൽ ഇനി ഓർമ്മ. പച്ച മനുഷ്യനായി ജീവിച്ച ഇദ്ദേഹം പ്രകൃതി ചൂഷണത്തിനെതിരെ കാലാകാലങ്ങളോളം പോരാടി. 1981 പത്മശ്രീ, 2006 പത്മഭൂഷൺ എന്നിവ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. മാധവ് ഗാഡ്ഗിൽ യാത്രയാകുമ്പോഴും അദ്ദേഹം മുന്നോട്ട് വെച്ച കനപ്പെട്ട സിദ്ധാന്തങ്ങളും ആശയങ്ങളും ബാക്കി നിൽക്കുന്നു. SIR സംബന്ധിച്ച് പുതിയ നിർദ്ദേശവുമായി CEO. രേഖയുണ്ടെങ്കിൽ VIP-കൾക്കും പ്രവാസികൾക്കും ഹിയറിംഗ് വേണ്ട. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി VIP പ്രവാസി വോട്ടർമാർക്ക് നേരിട്ട് ഹിയറിംഗിന് ഹാജരാകാതെ തന്നെ രേഖകൾ നൽകി പരിശോധന പൂർത്തിയാക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ U. കേൽക്കർ അറിയിച്ചു. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽപാത ഇരട്ടിപ്പിക്കൽ, രണ്ടാം തുരങ്കപാത നിർമ്മാണം തുടങ്ങി. തടസ്സമായി നെയ്യാർ വലതുകര കനാൽ മുറിച്ചു കടക്കാൻ ജലസേചന വകുപ്പിന്റെ അനുമതി കിട്ടിയില്ല. രണ്ടാം തുരങ്കപാതയ്ക്കായി ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ച് മണ്ണു നീക്കൽ ആരംഭിച്ചു. നിലവിലുള്ള തുരങ്കപാതയ്ക്ക് ഏകദേശം 1 കിലോമീറ്റർ നീളമുണ്ട്. രണ്ടാം തുരങ്കപാതയ്ക്ക് 1 കിലോമീറ്റർ ദൂരമുണ്ട്. കൗതുക വാർത്തകൾ. ആധാറിന് മലയാളി മുഖം. ആധാറിന് പുത്തൻ മുഖമേകി മലയാളി. ആധാർ അതോറിറ്റിക്കായി ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്യാനുള്ള മത്സരത്തിൽ തൃശൂർ ചാലക്കുടി സ്വദേശി അരുൺ ഗോകുൽ 1ാം സമ്മാനം നേടി. അരുൺ ഡിസൈൻ ചെയ്ത ഭാഗ്യചിഹ്നമായിരിക്കും ആധാറുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളിലും അറിയിപ്പുകളിലും ഉപയോഗിക്കുക. ഉദയ് എന്നാണ് ഭാഗ്യചിഹ്നത്തിന് പേരിട്ടിരിക്കുന്നത്. പേരിട്ടത് പൂനെ സ്വദേശിയായ റിയ ജീനാണ്. കായികം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന് ഇന്നലെ തുടക്കമായി. ലീഗിൽ 2 ടീമുകളെ ഇതുവരെ ജയിച്ചിട്ടുള്ളൂ. മുംബൈ ഇന്ത്യൻസും റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരും. മുംബൈ 2 വട്ടം കിരീടം നേടിയപ്പോൾ ബാംഗ്ലൂരു 1 തവണ കപ്പുയർത്തി. 4ാം സീസണിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഇരു ടീമുകളുമാണ് മുഖാമുഖം വരുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരോഗ്യമത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വയറുവേദന എന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ നിസ്സാരമായ ദഹനക്കേട് മുതൽ വളരെ ഗൗരവമായ കാരണങ്ങൾ വരെ വയറുവേദന ഉണ്ടാക്കാം. ഇപ്പോൾ വയറുവേദന എന്ന രോഗലക്ഷണം വന്നാൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. വയറുവേദന ഏത് ഭാഗത്ത് വരുന്നു, എത്ര നേരം നിൽക്കുന്നു, അത് പോകാതെ വർദ്ധിച്ച് വരികയാണോ, അതിനോടൊപ്പം ഛർദിലും വയറ് പെരുക്കവും വയറ് വീർപ്പും പനിയും ഒക്കെ ഉണ്ടാകുന്നുണ്ടോ, അനങ്ങുമ്പോൾ വേദനയുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് അതിൻ്റെ ഗൗരവാവസ്ഥ നിർണ്ണയിക്കുന്നത്. സാധാരണ നമുക്കുണ്ടാകുന്ന വയറുവേദന എപ്പിഗ്യാസ്ട്രിയം എന്ന് പറയുന്ന മേൽ വയറിലുണ്ടാകുന്ന വേദനയാണ്. അത് ഭക്ഷണം കഴിക്കുമ്പോൾ മാറുന്നു, അല്ലെങ്കിൽ എരിവോ വയറ് വിശന്നിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് കൂടുന്നു. അത് വളരെ സാധാരണയായി വരുന്ന ഗ്യാസ്ട്രിക് പെയിനാണ്. അസിഡിറ്റി കൂടുതൽ വന്നിട്ട് വയറിൽ വരുന്ന വേദനയാണ്. അതിന് അൻറ്റാസിഡ് സിറപ്പ്, ജലൂസിൽ പോലെയുള്ള സിറപ്പുകൾ കുടിക്കുക, ചില ഗുളികകൾ കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് മാറുന്നത് കാണാം. എന്നാൽ അതേ സ്ഥാനത്ത് വളരെ ഗൗരവമായി വേദന വരികയും വേദന അവിടെ തന്നെ നിൽക്കുകയും വേദന മുതുകിലോട്ട് മാറുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. ഉദാഹരണം, ഈ പറഞ്ഞ സ്റ്റൊമക്കിൻ്റെ പെയിൻ, ഗ്യാസ്ട്രിക് പെയിൻ വന്ന് അമിതമായി വരികയും ആ വേദന മാറാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് അൾസർ ആകാം, അല്ലെങ്കിൽ അൾസർ വന്നിട്ട് വൻകുടൽ തുടങ്ങുന്ന ഭാഗത്ത് ദ്വാരം വീണതാകാം. ഡിയോഡിനൽ അൾസർ പെർഫറേഷൻ എന്ന് പറയും. അതിന് വേദന മാറുകയില്ല എന്ന് മാത്രമല്ല, കൂടിക്കൊണ്ടിരിക്കും. വയറ് അനക്കാൻ പോലും കഴിയില്ല. കുറച്ച് കഴിയുമ്പോൾ പനി വരും, വയറ് വീർപ്പ് വരും, പെരിട്ടോണൈറ്റിസ് എന്ന അവസ്ഥ വരും.
ഇനി ആ ഭാഗത്തുള്ള വേദന മുതുകിലേക്ക് മാറുന്നു. രോഗി സഹിക്കാൻ വയ്യാതെ കട്ടിലിൽ കിടന്ന് ഉരുളുന്നു. എണീറ്റ് കുനിഞ്ഞിരുന്ന് മുന്നോട്ട് കുനിഞ്ഞിരുന്ന് നടു തടവുന്നു. ഇതൊക്കെ പാൻക്രിയാസിന്റെ പെയിനാകാം. പാൻക്രിയറ്റൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയിൽ വയറിൽ മുകൾ ഭാഗത്ത് പെയിൻ വന്ന് ബാക്കിലേക്ക് റെഫർ ചെയ്യുക എന്ന് പറയും. ബാക്കിലേക്ക് പെയിൻ മാറുന്നു. ഇനി വയറിൻ്റെ വലതുവശത്ത് താഴെയായി പെയിൻ വരുന്നതാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൻഡിസൈറ്റിസിന്റെ പെയിൻ വയറിന്റെ ചുറ്റും അല്ലെങ്കിൽ പൊക്കിളിന്റെ ചുറ്റും ആദ്യം ഉണ്ടാകുന്നു. സാധാരണയായി വെളുപ്പാൻ കാലത്താണ് ഉണ്ടാകുന്നത്. അത് വലത്തേക്ക് താഴെയായി മാറുന്നു പെയിൻ. അത് ഷിഫ്റ്റിംഗ് ഓഫ് പെയിൻ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് വയറിന്റെ വലത് ഭാഗത്ത് താഴെ മാത്രം പെയിൻ വരുന്നു. റൈറ്റ് ഇലിയാക് ഫോസ പെയിൻ. ആ പെയിൻ അങ്ങനെ തന്നെ നിൽക്കുന്നു. അത് അപ്പൻഡിസൈറ്റിസിന്റെ ലക്ഷണമാണ്. അതിനോടൊപ്പം ഛർദിൽ, കുറച്ച് കഴിഞ്ഞ് പനി എന്ന് വരുമ്പോൾ അതിനെ മർഫീസ് ട്രയാഡ് എന്ന് പറയും. വയറുവേദന, ഛർദിൽ, പനി. ഇനി വിട്ട് വയറിന്റെ സൈഡിൽ വേദന വരിക. ആ വേദന നമ്മുടെ ഗ്രോയിൻ, കാൽ മടക്കിന്റെ അങ്ങോട്ട് മാറുക. അതിനോടൊപ്പം യൂറിൻ പോകണമെന്ന് തോന്നുക. ഇത് യൂറിട്രിക് കോളിക് എന്ന് പറയുന്ന യൂറിട്രിലുള്ള യൂറിനറി സ്റ്റോണിന്റെ പെയിനാണ്. ഇങ്ങനെ വളരെ പെയിനുകൾ വയറിൽ വരാം. അതിന്റെ ഗൗരവമായ ലക്ഷണങ്ങൾ വച്ചിട്ടാണ് അതിന്റെ പ്രാധാന്യം നിശ്ചയിക്കുന്നത്. വയറുവേദന അവഗണിക്കരുത്. എത്രയും വേഗം ഒരു സർജനെ കാണിക്കുക. നന്ദി, നമസ്കാരം. അടുത്ത ആഴ്ച ഇതേ സമയം കേട്ടുമുട്ടുന്നതുവരെ താങ്ക് യു. നാളത്തെ പ്രധാന ഒ പി വിവരം: പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിനു രാവിലെ 10 മുതൽ 12 വരെ, ഡോക്ടർ ഷെബിൻ വൈകിട്ട് 6 മുതൽ 7 വരെ, ഗ്യാസ്ട്രോ എൻട്രോളജി ഡോക്ടർ അജിത് കെ നായർ ഉച്ചയ്ക്ക് 2 മുതൽ 3 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റ്സിനും വിളിക്കൂ 047122019898 അല്ലെങ്കിൽ 9072442098. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുൻപ് നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ നേടൂ. ഇന്നത്തെ ചോദ്യം: ചാർക്കോട്ട്സ് ട്രയാഡ് എന്ന വയറുവേദനയായി ബന്ധപ്പെട്ട ഒരു ഗൗരവമായ അവസ്ഥയുടെ 3 ഘടകങ്ങളാണ്. 3 ലക്ഷണങ്ങൾ ചേർന്നതിനെയാണ് ട്രയാഡ് എന്ന് പറയുന്നത്. ചാർക്കോട്ട്സ് ട്രയാഡ് എന്നാൽ എന്ത്? പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരും വരെ നന്ദി, നമസ്കാരം.